Good evening, ladies and gentlemen. A warm welcome to Sita, a saga of strength, love, and sacrifice. A solo thematic Bharatanatyam production conceived and presented by Dr. Priyusha Saji. गजाननं भूतगणाधिसेवितम् अबित्तजम्बूफलसारभक्षितम्. Now, I would like to invite Mr. Prem Menon, Director of Nritya Dubai, to light the lamp. Sri Bijesh Krishna, Music Director and Singer. Mr. Saji and Dr. Priyusha Saji. Today, we are gathered here to witness the culmination of Dr. Priyusha Saji's more than 30-year journey in Bharatanatyam. I am proud to say that for the last 12 years, she has been continuing her journey under my guidance with unwavering dedication. शरणं
സീതാ കല്യാണ രാമം മംഗളകരയാം സ്വയംവര മഞ്ജുള സീതാ സ്വയംവര മഞ്ജുള സീതാ കല്യാണ രാമം മംഗളകരയാമോ മഞ്ജുള സീതാ കല്യാണ രാമം മംഗളകരയാമോ സ്വയംവര മഞ്ജുള ശ്യാമ സ്വയംവര മഞ്ജുള സീതാ കല്യാണ രാമം ലങ്കരാജൻ പടം കൊണ്ട വേളை രാജൻ നടം കൊണ്ട വേളை
ഉറുതി കൊടു ഉറുതി കൊടു മാരുതി കൂതുമായി വന്ന് കന്നേക്ക് ഉറുതി കൊടു മാരുതിയും ജാനകിയെ കാത്ത ലോകാഭിരാമൻ കൂടൽ കുറുകാമൽ ഉയർന്നവൾ മനമും മനമും രാമനിനാചി കേട്ടുടൻ സീതൈ മനീതൈ മനമും നടുങ്ങിനെ മനമും രാമനിത പമ പാമക പദനി സരിഗമം രാമനിനാചി കേട്ടുടൻ സീതൈ മനമും നടുങ്ങിനെ വിധിയിലി ഉള്ളം വാടിനെ അഴുളം വാടിനെ ആടിനെ വിധിയിൽ മൈതിലി സാരി പദനി നിസനി ദന്ഡിത പദവ പപമ വിധിയായി ജനിച്ചിതും അറിയുന്നു നാദ മടങ്ങുന്നു ഈ വീടം മമ ധർമ്മം സമാപ്തമായി മകളായി വീണ്ടും തണലിൽ
ധീങ്കിണതും 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 ധീരന ധീരന തായേ ഉனை நம்பி வாழும் என்னை ஏற்றுக்கொள் போதும் இனி என் வாழ்க்கை என்று நினைந்து சாய்ந்து வாழ்கிறேன் தாயே ஞாத்ருதனிதும் தீங்கிணதும் ஞாத்ருதனிதும் தனிததரபுதத தீங்கிணதும் தீங்கிணதும் சுபத்ர சமயம் இது இகலோகவாசம் வெடியுவ പൃഥ്വിയും Thank you for giving a standing ovation without even asking. Thank you very much. ഞാൻ പ്രിയുഷാനിയോടും നേരത്തെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കൊണ്ടും ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഓർക്കസ്ട്ര, ഇതിൻ്റെ ലൈറ്റിംഗ്, ഇതിൻ്റെ തീം, ഇതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം കൊണ്ടും ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഇത് കണ്ടിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആവുന്നു. ഇത്രയും ഒരു ഡെഡിക്കേഷനും ഇത്ര ഹാർഡ് വർക്കും കണ്ടിട്ട് ഇനി അടുത്ത പ്രാവശ്യം എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റാന്നുള്ളത് തന്നെ ഇതിൻ്റെ ഈ കോൺസെപ്റ്റിൻ്റെ ഒരു സക്സസ് ആണ്. താങ്ക് യു. Hello, this was a wonderful, mesmerizing moment for all of us here. When Priyusha invited us for this amazing evening, we wanted to come and witness the magic. So the overall experience was unbelievable. Okay, starting from the flute, the veena, the mridangam, above all Bijish, he literally made us all emotional today. And on the top, everything, Priyusha literally shined like a star. You know, she was so amazing, and I was telling her that how do you do this? You know, she's so super. And the most interesting part of that was the choreography, which is done by Guru Shri Prem Menon, who is my daughter Anushka's guru as well. So it's unbelievable. Super experience. Thank you. എൻ്റെ പേര് പ്രിയ. ആക്ച്വലി ഞാനൊരു സിംഗറും RJ VJ ഒക്കെയാണ്. വളരെ യാദൃശ്ചികമായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രിയൂഷയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാവരും എപ്പോഴും എല്ലാ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു വമ്പിച്ച കയ്യടി ഭയങ്കര ആ ഒരു മൂഡിലാണ് തീരുക. സീതയുടെ ആയതുകൊണ്ടാവാം നമുക്കത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു ഭാവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കൈ അടിക്കണം എന്നുണ്ട് എല്ലാവർക്കും, പക്ഷേ കൈ അടിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഓരോരോ സട്ടിലായിട്ടുള്ള ഏതോ ഒരു മൂഡിലായിരുന്നു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ശരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയൂഷ അത്രയും മനോഹരമായിട്ടത് ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ള ആ ചുവടിലൂടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓർക്കസ്ട്ര ടീം, വോക്കലാവട്ടെ, വീണയാവട്ടെ, ഫ്ലൂട്ടാവട്ടെ, മൃദംഗമാവട്ടെ, പറയാൻ വയ്യ നമുക്ക്. ഓരോരോ രാഗങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ. കാരണം സീത എപ്പോഴും ഒരു സട്ടിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് ആ തില്ലാന എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് ആ തലങ്ങളിലേക്ക് എത്തിച്ചത് എപ്പോഴും ഗായകൻ്റെ ആ ഒരു ശബ്ദം ഓരോ ഇതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കരമായിരുന്നു. എന്തായാലും പ്രിയൂഷ എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് വന്നതിന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയേണ്ടത് നമ്മളാണ് സത്യം പറഞ്ഞതിന്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഭാഗ്യം. നമസ്തേ. എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രിയൂഷ ചേച്ചിയുടെ മാർഗം ജേണി
അത് സീത എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞത് വേറൊരു അനുഭൂതി തന്നെയായിരുന്നു. പുഷ്പാഞ്ജലിയിൽ നിന്ന് തുടങ്ങി വളരെ സന്തോഷകരമായൊരു മൂഡിൽ നിന്ന് വർണ്ണത്തിലേക്ക് കടന്നപ്പോൾ വർണ്ണം അനുപല്ലവി വരെ നമ്മളത് എൻജോയ് ചെയ്തിരുന്നു, ചിരിച്ച് സന്തോഷിച്ചിരുന്നു. അവിടുന്ന് ചരണസാഹിത്യം ചിട്ടസ്വരം എത്തിയപ്പോഴേക്കും എന്തെന്ന് പറയാൻ പറ്റാത്തൊരു വിങ്ങലായിരുന്നു മനസ്സിന്. അവിടുന്ന് പ്രേം സാറിൻ്റെ കോറിയോഗ്രഫി പറയാതെ വയ്യ. ചിട്ടസ്വരം ചരണസാഹിത്യത്തിൽ അരതികൾ മുതൽ നമുക്കത് ഇനി അടുത്തതെന്ത് എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ നിന്ന് പിന്നെ പദത്തിലേക്ക് കടന്നപ്പോൾ എപ്പോഴും ഒരു പരിപാടി കഴിയുമ്പം നമുക്ക് അവസാനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തോന്നും. പക്ഷേ ഇത് കൈയടിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് വളരെ വിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. അത് പറഞ്ഞാൽ അത് എത്രമാത്രം മനസ്സിലാകും എന്നറിയില്ല. അത് ശരിക്കും കണ്ടനുഭവിച്ച് തന്നെ അറിയണം. അതിന് വലിയൊരു അപ്രീസിയേഷൻ വിജയ് ചേട്ടനും ടീമിനും പ്രീഷ ചേച്ചി, പ്രേം സാർ എല്ലാവർക്കും നല്ലൊരു വിരുന്നായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. ഹലോ, എൻ്റെ പേര് ലത. ഞാൻ സിംഗപ്പൂർ ബേസ്ഡ് ഒരു പെയിൻറ്ററാണ്. ഞാനപ്പോൾ ഈ സെക്കൻഡിനാണ് ഇവിടെ ദുബായിലെത്തിയത്. എൻ്റെ ഫ്രണ്ട് ചിത്ര ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ പ്രയൂഷയുടെ ഡാൻസ് പ്രോഗ്രാം കാണാൻ ഞാനിവിടെ എത്തിയത്. അപ്പം ഞാൻ ഡാൻസ് പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തുമ്പോഴും ഞാൻ ഇത്രയും വലിയൊരു പ്രകടനമായിരിക്കും മാഡത്തിൻ്റെ എന്ന് ഞാൻ കരുതിയതേ ഇല്ല. പ്രത്യേകിച്ച് എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. താങ്ക് യു സോ മച്ച്. മാഡത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇവിടെ ദുബായിൽ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ മാഡത്തിൻ്റെ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ഇപ്പോൾ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും മാഡത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ ഞാൻ എപ്പോഴും വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഡത്തിൻ്റെ ഓരോ സ്റ്റെപ്പും. ഇന്നത്തെ ആ പ്രോഗ്രാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷത്തിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് കരച്ചിലാണ് വന്നത്. കരച്ചിലെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സന്തോഷവും എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. തൊഴുവാ സന്തോഷം കൊണ്ടാണ്. ഹലോ, ഞങ്ങൾ പ്രിയൂഷ മാമിൻ്റെ സ്റ്റുഡൻസ് ആണ്. ആൻഡ് മാമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ് സ്പീച്ച്ലെസ് ആയി. ലിറ്ററലി കൈയടിക്കാൻ തോന്നിയ സമയത്ത് കൈയടിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും നമ്മൾ ആ പെർഫോമൻസിൽ ഇൻവോൾവ് ആയി ശരിക്കും സീത ഭൂമിയിലേക്ക് പോകുന്ന പോലെ തോന്നി. ആൻഡ് ജസ്റ്റ് ലൈക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് എല്ലാവരുടെ എഫേർട്സ് ഇൻക്ലൂഡിങ് ലൈറ്റിംഗ്, ഈവൻ കൊറിയോഗ്രാഫി, ഓർക്കസ്ട്ര, എല്ലാവരും ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം തന്നതിന് I don't know, we are very lucky to witness it. പ്രിയഷ മാമിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഐ ഹാവ് നോ വേർഡ്സ്. ആൻഡ് ഹർ എക്സ്പ്രഷൻസ് അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഐ തിങ്ക് ഇറ്റ് എലിവേറ്റഡ് ഹർ പെർഫോമൻസ്. ഐ കൻ ഈവൻ സേ ദാറ്റ് ദ എക്സ്പ്രഷൻസ് വർ ഡിവൈൻ. ഐ ഹവ് നെവർ സീൻ ലൈക്ക് പ്രിയഷ മാം ലൈക്ക് സീതയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത്ര നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ എം വെരി ഇൻസ്പയർഡ്. മാമിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് സ്പീച്ച്ലെസ് ആയിരുന്നു. എല്ലാവരും സ്പീച്ച്ലെസ് ആയി. മാതിരി ഗൂസ് ബംസ്, എവറിഥിങ് വാസ് ദെയർ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കരയാൻ തോന്നുന്ന ഇടയ്ക്ക് പിടിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു, ചിലയിടയ്ക്ക് കരഞ്ഞു. Everything was beautiful. Ma'am explained ചെയ്തതും through her words, through her expressions, through the music, everything was wonderful. We all loved it. In short, എല്ലാവർക്കും സത്യമായിട്ടും we fell for it. Thank you ma'am. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ട് പ്രേക്ഷ ചേച്ചിയുടെ പിന്നെ സീത എന്ന് പറയുന്നൊരു ഡാൻസ് പ്രോഗ്രാം എത്ര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള, എത്ര എനിക്ക് പറയാൻ ആക്ച്വലി വാക്കുകളില്ല. ചേച്ചി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഈ ഡാൻസിനോടുള്ള ആളുടെ ആ ഒരു ഡെഡിക്കേഷനും അത് കൂടുതൽ അറിയാനുള്ള ആ ഒരു മനസ്സ്, അതേപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് അത് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളത് ചേച്ചിയുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹത്തിൻ്റെ കലക്കായിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതം പോലൊക്കെ ഉള്ള ഒരു ആളാണ്. നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് അടുപ്പവും സ്നേഹമുള്ള ആളാണ് ചേച്ചി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡാൻസിനെ കുറിച്ചാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാം നമ്മളെ പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സീത എന്ന് പറയുന്ന ആ ഒരു എന്താണ് സീതാദേവിയെ
ആള് ശരിക്കും പെർഫോം ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ശരിക്കും പെർഫോമൻസ് അല്ലായിരുന്നു. ആള് സീതാദേവിയെ ആവാഹിച്ച് അത് ഉൾക്കൊണ്ട് ചേച്ചി ജീവിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല പല സീക്വൻസിലും ചേച്ചി കണ്ണ് നിറഞ്ഞു പോകുന്ന, നമുക്ക് ആ ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്ന പല ഇത്, പിന്നെ വർണ്ണത്തിൽ ചെയ്ത ചില പോർഷൻസൊക്കെ ആണെങ്കിൽ രാവണൻ്റെ വർണ്ണത്തിൽ ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന ചില പോർഷൻസിലൊക്കെ നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ഫീൽ ചെയ്യും. അതുപോലെ രാവണൻ്റെ ആ ഒരു ചേഞ്ച്, സീതാദേവിയിൽ നിന്നിട്ട് രാവണൻ്റെ ചേഞ്ചിലോട്ട് വന്നു, മെയിലിൽ നിന്ന് ഫീമെയിൽ ഫിഗറിലോട്ട് വരുന്നതൊക്കെ ആണെങ്കിലും അത് എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടാണ് ആളതിൽ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്കത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ചില ആ പാട്ടുകളാണെങ്കിലും വരികളാണെങ്കിലും അത് ചേച്ചിയുടെ ആ ഒരു കൊറിയോഗ്രഫി ചെയ്ത പ്രേം സാറിൻ്റെ ഇതിൽ മുദ്രകളിലൂടെ ആണെങ്കിലും നമുക്ക് മനസ്സിലാവുകയും എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരിതാണ്. പില്ലാനയിലാണെങ്കിലും അവസാനം മംഗളത്തിൽ ശാന്തം പറഞ്ഞപ്പോൾ എന്താ നമ്മൾ അത്ര സമയം നമ്മുടെ പോയത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം ഉൾക്കൊണ്ട് ചേച്ചിക്ക് ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. അത്ര തന്നെ. പ്രോഗ്രാം നല്ല പ്രോഗ്രാമായിരുന്നു. ടീച്ചർ നമ്മളേക്ക് ഒരുപാട് കരയിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഡിവൈനായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. താങ്ക് യു. ടീച്ചറേ എപ്പോഴും വരാറുള്ളതാണ്, വളരെ നന്നായിരിക്കും. ശരി, ഓക്കെ, താങ്ക് യു. ഒന്നും വാക്കുകളില്ല പറയാൻ, അത്രയും ഡിവൈനായിരുന്നു. കോറിയോഗ്രാഫി ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റയർ തീം അതെ, വളരെ വളരെ എന്താ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എല്ലാവരുടെയും കണ്ണ് നനയിപ്പിച്ചു എന്ന് പറയാം. ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാം കൊണ്ടും നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്നത്തെ ഇത് കണ്ടതിൽ. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഇതായിരുന്നു. ശരിക്കും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇനിയും എത്തണം, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും ആൾക്കാർ പോരാ, എനിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇത്രയും നല്ല യുണീക്കായിട്ടുള്ളൊരു പ്രോഗ്രാം കാണണം. പിന്നെ അതുപോലെ സാധാരണയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാം കാണുമ്പോൾ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നവരെ ഉള്ളതാണ്. ഇതിപ്പോൾ ഉത്തര രാമായണം കൂടി കവർ ചെയ്ത ആ സീതയുടെ മുഴുവൻ ആ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഉള്ള അതൊന്നും എല്ലാവർക്കും കാണാനും അതിൽ ലയിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇൻവോൾവ് ആയി. പ്രോഗ്രാം super program and you could really feel the emotion of it, the message they were trying to convey. നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റി, പാട്ടും ഡാൻസും എല്ലാം കൂടി. It was really refreshing as well as we could feel the emotion. Okay, thank you.